നമ്മുടെ ഫോണിൽ നമ്മൾ ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ട് വേണ്ടാന്ന് വെക്കും. പക്ഷെ നിങ്ങൾ ഇത് ചെയ്യുന്നത് ശരിയായ രീതിയിലാണോ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആർക്കും അറിയും. നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മൾ ഏത് ആപ്പാണോ വേണ്ടത് അവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്യും. അപ്പോൾ അവിടെ അൺഇൻസ്റ്റാൾ എന്ന് കാണിക്കും. നമ്മൾ അവിടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അവിടെ അൺഇൻസ്റ്റാൾ ആയി കാണുന്നതായിട്ടൊരു മെസ്സേജ് വരും. അവിടെ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് അൺഇൻസ്റ്റാൾ ആയി പോകും. ശരിയായ രീതി അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ഡാറ്റകളൊക്കെ അവിടെ തന്നെ കിടപ്പുണ്ട്. അതാണ് നമ്മുടെ ഫോൺ സ്ലോ ആക്കുന്നതും ഹാങ് ആക്കുന്നതും ഒക്കെ. ശരിയായ രീതി ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ആപ്പിലൊന്ന് ലോങ് പ്രസ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് വലത് സൈഡിലായിട്ട് ആപ്പ് ഇൻഫോ എന്ന് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ സ്റ്റോറേജ് ആൻഡ് ക്യാഷെ എന്ന് കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും: ക്ലീൻ ക്യാഷെ, ക്ലീൻ സ്റ്റോറേജ്. ഇത് രണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് പൂർണ്ണമായിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് ഫോഴ്സ് സ്റ്റോപ്പ് എന്ന് കൊടുക്കുക. അവിടെയും ക്ലിയർ ആയതിനു ശേഷം നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങളും ഡാറ്റയും മറ്റു കാര്യങ്ങളും ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതോടൊപ്പം തന്നെ പൊയ്ക്കോളും. നമ്മുടെ ഫോണിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അവിടെ കാണില്ല. ഇനി നിങ്ങൾക്ക് ആപ്പ് ഇൻഫോ എന്നുള്ളത് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്നില്ല, നിങ്ങളുടെ ഫോണിൽ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഫോണിന്റെ സെറ്റിംഗ്സിൽ പോയിട്ട് ആപ്പ് മാനേജ്മെന്റ് എന്ന് കാണും. ചില ഫോണിൽ ആപ്സ് എന്നായിരിക്കും, ആപ്ലിക്കേഷൻ എന്നൊക്കെ ആയിരിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്പ് സെറ്റിംഗ്സ് എന്നായിരിക്കും, ചില ഫോണിൽ ആപ്പ് എന്നായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ഉള്ള എല്ലാ ആപ്പുകളും അവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏത് ആപ്പാണോ ഇങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്തതിനു ശേഷം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ ചെയ്യേണ്ടത് സ്റ്റോറേജ് ആൻഡ് ക്യാഷെ എന്നുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞുള്ള സ്റ്റോറേജ് ആൻഡ് ക്യാഷെ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് താഴെ ക്ലീൻ ക്യാഷെ എന്ന് കാണും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടിപ്പുറത്ത് തന്നെ ക്ലീൻ സ്റ്റോറേജ് എന്ന് കാണാൻ പറ്റും. ഇത് രണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്റ്റോറേജും ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംഗതികളും അങ്ങ് പൊയ്ക്കോളും. തീർന്നില്ല, ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് വീണ്ടും ഫോഴ്സ് സ്റ്റോപ്പ് എന്ന് കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെയും നിങ്ങൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടെ പോയി. എന്നാലും ബാക്കി ഒരെണ്ണമുള്ള ഈ ആപ്ലിക്കേഷൻ അവിടെ നിന്ന് പോകാനായിട്ട് അൺഇൻസ്റ്റാൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അൺഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഈ ആപ്പ് പൂർണ്ണമായിട്ട് നമ്മൾ ഫോണിൽ നിന്ന് പോയി കഴിഞ്ഞു. അതുമാത്രമല്ല ഇതുമാറ്റകളും കാര്യങ്ങളും ഡോക്യുമെന്റ്സും സംഗതികളും എല്ലാം പോയി. നമ്മുടെ ഫോൺ ആപ്പുമായി ബന്ധമുള്ള എല്ലാ കാര്യങ്ങളും പോയി ക്ലിയർ ആയിട്ടുണ്ട്. ഇതോടുകൂടി നിങ്ങളുടെ ഫോണിന്റെ ഹാങ് അതുപോലെ സ്റ്റോറേജ് മാറിക്കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്തേക്കണം. താങ്ക് യു.